കാട്ടാളൻ എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ ട്രെയിലർ അങ്ങ് പുറത്തുവിട്ടിരിക്കുകയാണ്. 3 BGMിൽ നമുക്ക് ഈ ഒരു ട്രെയിലർ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഈ മാർക്കോ സിനിമയുടെ നിർമ്മാതാവിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാം. ഈവൻ ആ ഒരു മാർക്കോ സിനിമേൻ്റെ ആ ഒരു സെക്കൻഡ് സിംഗിൾ അല്ലെങ്കിൽ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പലർക്കും ഡെബ്സീൻ്റെ ആ ഒരു വോക്കൽ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഒരു തമിഴിനെ കൊണ്ട് പാടിപ്പിച്ച് ആ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പലർക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പുള്ളി കണ്ടറിഞ്ഞിട്ട് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങി നമ്മുടെ അജയ് നോഗനാഥാണ് പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. എന്നിട്ട് പോലും നമ്മുടെ രവി ബസൂറിനെ സിനിമയിലോട്ട് വിളിച്ചു അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു BGM ആ ഒരു ഗ്ലിംസിലും അതുപോലെ തന്നെ ആ ഒരു പുതിയ സോങ്ങിലും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മോശമായ റെസ്പോൺസ് കാണുന്നുണ്ട് റിവ്യൂസ് ആയിട്ട്. അപ്പം തന്നെ പുള്ളിക്കാരൻ ആ ഒരു മ്യൂസിക് ഡയറക്ടറിനെ തന്നെ മാറ്റിയെന്നല്ല, വേറൊരാളെ ഇൻവൈറ്റ് ചെയ്തു. അത് നമ്മുടെ മാർക്കോ സിനിമ രവി ബസൂറിന്. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ ഓഡിയൻസിന് പൾസ് അറിയാമെന്ന് വേണമെങ്കിൽ ഫസ്റ്റേ പറയുന്നു. ഇപ്പോൾ ഈ ടീസർ ട്രെയിലർ നോക്കുകയാണെങ്കിലും നമുക്ക് 3 BGMിൽ കാണാൻ സാധിക്കും. നമുക്ക് 3 BGMസും ഓരോ വൈബ് BGM ആണ്. ഒരെണ്ണം നോക്കുമ്പോൾ ഒരു ക്ലാസിക്കലായിട്ട് ഒരു ഫ്യൂഷൻ പോലെ, മറ്റൊരെണ്ണം നോക്കുകയാണെങ്കിൽ ഒരു ക്ലീശ പോലത്തെ ഒരു ട്രെയിലർ കാണിക്കുന്ന പോലെ, മറ്റൊരെണ്ണം ഈ ഒരു പടത്തിലെ മെയിൻ തീം സോങ് ആയ ആ ഒരു ജംഗിൾ ബീറ്റിൻ്റെ ഒരു മിക്സിലാണ്. അതും സൂപ്പറാണ്. മൊത്തത്തിൽ എനിക്ക് 3 ട്രാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാം. നമുക്ക് ഈ ട്രെയിലറിലോട്ട് വരികയാണെങ്കിൽ ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. നല്ലപോലെ ആക്ഷൻ സീക്വൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടാമെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലായിട്ടുണ്ട് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആനി പെപ്പ്, അദ്ദേഹത്തിന് മറ്റൊരു ഇടിപ്പടം വരികയാണ്. റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു കൊണ്ടെല്ലാം കണ്ട സിനിമയാണ്. ആ പടം വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. എന്തായാലും ഈ സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കാരണം പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, രവി ബസൂറിൻ്റെ ട്രാക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് BGMിൽ വരുന്ന ഓരോ ആക്ഷൻ സീക്വൻസും അതൊരു ഫ്രെയിമും ലെവലായ ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ലാസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അത് ഉറപ്പിച്ച് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അത് എടുത്ത് കാണുന്നുണ്ട്. ഈവൻ മാർക്കോ സിനിമയിലൊക്കെ പല ആ ഒരു സ്ക്രീൻ പ്രസൻസിനും ഒരു പവർ കൊടുത്തത് അല്ലെങ്കിൽ ഒരു പഞ്ച് കൊടുത്തത് ആ ഒരു രവി ബസൂറിൻ്റെ ട്രാക്ക് തന്നെയാണ് ആ ഒരു BGM. അത് അല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും. എന്തായാലും കാട്ടാളൻ സിനിമയിൽ പിന്നെ നമ്മുടെ ഗബ്ബർ സിംഗ് ആണെങ്കിലും പിന്നെ ആനി വർഗീസും സുനിൽ, ദസറ വിജയനൊക്കെ നല്ലപോലെ പെർഫോമൻസ് കാണുന്നുണ്ട്. പിന്നെ ഹിപ്സ്റ്ററിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ തന്നെ കൊളാബ് ചെയ്തിരിക്കുന്ന ഹിപ്സ്റ്റർ ഗെയിമിങ് അതുപോലെ തന്നെ ഹനാൻ ഷാൻ്റെ വ്ളോഗിങ് ചാനലൊക്കെ ആയിട്ടാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ഇങ്ങനെ കൊളാബ് അടിച്ചിരിക്കുന്നത്. എന്തായാലും അവർ ഈ സിനിമയിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആ കാസ്റ്റ് വന്നത്. അങ്ങനെ എല്ലാ രീതിയിലും പടത്തിൻ്റെ ട്രെയിലർ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയേണ്ടി വരും. ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ട്രെയിലറിലൂടെ. എന്തായാലും പടം മെയ് മാസമാണ് റിലീസ്. മെയ് 14 അല്ലെങ്കിൽ 15 തീയതി റിലീസ് ഡേറ്റ് കൊടുത്തിട്ടില്ല സിനിമയുടെ ട്രെയിലറിൽ. ചിലപ്പോൾ റിലീസ് ചെറിയ രീതിയിൽ മാറാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് കാട്ടാളൻ സിനിമേൻ്റെ റിലീസിനായിട്ട്. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ ഇഷ്ടപ്പെട്ടത് എന്തായാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുക. പിന്നെ പടത്തിൻ്റെ കഥ എന്തായാലും ഓൾമോസ്റ്റ് ഈ ആനേൻ്റെ ഈ ഒരു കൊമ്പ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നല്ലപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്ലോട്ടായിട്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഈ ഒരു റിവ്യൂവിൽ. പിന്നെ നോക്കുവാണെങ്കിൽ സിനിമ ജഗദീശനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാർക്കോ റെഫറൻസ് പോലെ ആൾക്കാരെ കത്തിക്കുന്ന ഒരു കോട്ടും സൂട്ടിൻ്റെ ടീമിനെ കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സസ്പെൻസ് ഒക്കെ ഉണ്ട് സിനിമയിൽ. പിന്നെ സിനിമേൻ്റെ കഥ തന്നെയാണ് ഒരു ക്ലീശ ആവാതെ പോട്ടെ. എന്തൊക്കെയോ ഡയലോഗ് പറയുന്നുണ്ട് അവിടെ, അപ്പൻ്റെ മോൻ്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഡയലോഗ്. എന്തായാലും അങ്ങനെ ക്ലീശ ആവാതിരിക്കട്ടെ. പിന്നെ എന്തായാലും പോൾ ജോർജിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ടാണ്, ഗംഭീരമാവട്ടെ. കാത്തിരിക്കുന്നത് ചെയ്യണം.